കുറേ ദിവസമായിട്ടോ ഉമ്മയുടെ ബീഫും ചിക്കനും ഒക്കെ തിന്നിട്ട്. എന്താ വെച്ചാൽ കുറച്ച് ദിവസം വയ്യാണ്ട് ഇറക്കി ഞങ്ങളുടെ കുക്കിംഗ് ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് ബീഫ് കിട്ടിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വാങ്ങി അങ്ങോട്ട് കൊണ്ടുവന്നു. ഇത് വെച്ച് നമുക്കിന്ന് നല്ല അടിപൊളി ഒരു ബീഫ് വരട്ടിയത് ഉണ്ടാക്കാം. അതിന് എങ്ങനെ ഉണ്ടാക്കാന്ന് കാണാം. ഉമ്മ ഉണ്ടാക്കിയ ബീഫ് അടിപൊളിയാണ് കേട്ടോ. മക്കളെ, ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ ബീഫാണ്. ഇതിപ്പോൾ 4-5 വട്ടം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ബീഫിനെ ഒന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഇറച്ചിനെ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. ഞാൻ അതിന് വേണ്ടി ഇവിടെ 2.5 ടേബിൾ സ്പൂണ് കാശ്മീർ മുളക് പൊടിയാണ് ഇടുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് കളറും കിട്ടും, എരിവും കുറവായിട്ടിരിക്കും കേട്ടോ. അതിനാണ്. ഇനി അതിൻ്റെ കൂടെ തന്നെ 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1.5 ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതി കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി 1/2 ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. ഇനി 1/2 ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇത് നമുക്കിനി മിക്സാക്കി എടുക്കാം. ഇതിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ എന്തിനാന്ന് ചോദിച്ചാൽ ചില ബീഫിന് വേവ് കൂടുതലുണ്ടാവും. അപ്പോൾ ഇറച്ചിയിൽ തന്നെ വെള്ളം ഉണ്ടാവും. അപ്പോൾ ആ വേവ് കൂടുതലുള്ള ഇറച്ചിക്ക് ഇതിലുള്ള വെള്ളം മതിയാവില്ല. അതുകൊണ്ടാണ് ചിലപ്പോൾ അടി പിടിക്കും. അതുകൊണ്ട് അടി പിടിക്കാതിരിക്കാനാണ് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തത് കേട്ടോ. കൂടുതൽ വെള്ളം ഒഴിക്കരുത്. ഈ 1/4 കപ്പ് വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ. ഈ മസാലകളൊക്കെ ഇറച്ചിയിൽ നല്ലപോലെ പിടിക്കണ വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് 6 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ബീഫ് 6 വിസിലാക്കി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇപ്പം ഇത് വെന്തിട്ടുണ്ട്. ഇത് വെന്തിട്ടില്ലെങ്കിൽ 2 വിസിലും കൂടി വെച്ച് വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. മക്കളെ, ഇനിയാണ് നമ്മളെ ബീഫ് വരട്ടി ഉണ്ടാക്കാനുള്ള പ്രധാന പരിപാടി. അതിന് ഞാനൊരു വലിയ ചീനിച്ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. ചീനിച്ചട്ടി ചൂടായി വന്നാൽ 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വന്നാൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഈ ഇഞ്ചി ഒന്ന് ഇളക്കി ഒന്ന് മൂത്ത് വരട്ടെ. ഇഞ്ചിയുടെ പച്ചമണമൊക്കെ മാറി ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പം നമ്മുടെ ഇഞ്ചി മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്തിന് നമുക്ക് 2 വലിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 10-12ഓളം ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നീ ഉള്ളി ഒന്ന് മൂത്ത് വരട്ടെ. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. വല്ലാതെ മൂത്ത് വരണ്ട, ഒക്കെ ഒന്ന് വാടി ഒതുങ്ങി വന്നാൽ മതി കേട്ടോ. ഈ വടി പോലെ നിൽക്കുന്നതൊന്ന് കുഴഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. ഇപ്പം നമ്മുടെ ഉള്ളി ഒന്ന് കുഴഞ്ഞ് ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് 2 മീഡിയം സൈസിൽ തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ആ തക്കാളിയും കൂടി നമുക്കൊന്ന് ഇളക്കി വേവിച്ചെടുക്കാം. തക്കാളി ഒന്ന് വെന്ത് കുടഞ്ഞ് വരട്ടിട്ടോ. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്കൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാതും പാടെ ഒന്ന് മിക്സാക്കി കത്തിച്ച് വറ്റിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് പാകത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൽ ഉപ്പ് കുറച്ച് കമ്മിയാണ്, അപ്പം ഞാൻ ഇച്ചിരി കൂടി ഉപ്പിടുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഇങ്ങനെ ഇളക്കി ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണം.
നല്ല തീ വെക്കരുത്, അപ്പോൾ അടി പിടിക്കും. ഒരു മീഡിയം തീ വെച്ചിട്ട് വേണം ഇളക്കാൻ കേട്ടോ. ഇങ്ങനെ ഇളക്കി 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 വെള്ളമൊക്കെ വറ്റി വരട്ടിട്ടാ. അപ്പോൾ ഇത് കണ്ടില്ലേ മക്കളെ, നമ്മുടെ ബീഫ് വരട്ടി ഇതേപോലെ വെള്ളമൊക്കെ വറ്റി നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ചിലവർ ഇങ്ങനെ എടുക്കണത് ഇഷ്ടമുണ്ടാവില്ല. ഇതിപ്പോൾ ഓരോരോ കഷ്ണം കഷ്ണമായിട്ടാണ് കിടക്കുന്നത്, കണ്ടില്ലേ ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ എടുക്കണത് ഇഷ്ടമില്ലാത്തവർക്ക് എന്താ ചെയ്യണം വെച്ചാൽ ഇതേപോലെ ആക്കണം. ഇതേപോലെ ആക്കി എടുത്തിട്ട് ഒരു 1/4 കപ്പോ 1/2 കപ്പോ വെള്ളം, നല്ല തിളച്ച വെള്ളം ഒഴിച്ച് ഇതിൽ മിക്സാക്കി ഗ്രേവി ആക്കി എടുക്കണം കേട്ടോ. അല്ലാതെ ഇതിൽ തന്നെ ഗ്രേവി ആയിക്കോട്ടെ എന്ന് വിചാരിക്കുക, അപ്പോൾ ഈ ടേസ്റ്റ് കിട്ടില്ല. ഇതേപോലെ ആക്കിയതിന് ശേഷമേ വെള്ളം ഒഴിച്ച് ആക്കാൻ പാടുള്ളൂ. അതും പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം തന്നെ ഒഴിക്കണം. ഇത് നമുക്കിനി ഇറക്കി വെക്കാം. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മുടെ ബീഫ് വരട്ടിയത് നല്ല അടിപൊളിയായിരിക്കുന്നുണ്ട്. ഇതേപോലെ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണേ മക്കളെ. അങ്ങനെ നമ്മളെ ബീഫ് വരട്ടിയത് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ മക്കളെ. അപ്പോൾ ഞങ്ങളെ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും കാണണം, ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഓക്കെ.